ഈ സെക്കൻഡില് കേശു ഒരു ശപഥം എടുക്കുകയാണ്. എന്താണോ? കേശവ് ബാലചന്ദ്രൻ തമ്പി ഇനി മുതല് പുറത്തുനിന്ന് ഒരു പെണ്ണിനെ ഈ മനസ്സിനകത്തോട്ട് കയറ്റൂല. ഇത്ര വലിയ ഉഗ്ര ശബ്ദം വേണോടേ? വേണം. ഒരു കാര്യം, ഒരു ശബ്ദം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ആൻഡ് റൈറ്റ് ആയിരിക്കണം. ആ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോയല്ല. ഈ മൂടൊക്കെ ഒന്ന് മാറ്റാനാ. എന്നാ പിന്നെ എന്താ എത്തിയ സിനിമയ്ക്ക് പോയല്ല? ഞാനൊന്നും വരുന്നില്ല. എന്നാ അവള് വരണമെങ്കിൽ വരണ്ട, നമുക്ക് പോവാടാ. നമുക്ക് മോളിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. എന്നാ പിന്നെ ഞാനും ഉണ്ട്. ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് സിനിമ കാണാം. ശരി, എന്നാ ഞാൻ പോയി റെഡി ആവട്ടെ. ഓ അമ്മ റെഡിയാവും, ഞാൻ റെഡിയാവും. എത്ര രൂപയുടെ പോക്കോ മേടിച്ചാ? 350. 440 രൂപ. 440 രൂപ. മറ്റേ അൺലിമിറ്റഡ് ഓഫർ ഉണ്ടായിരുന്നോണ്ട് കൊള്ളാം. അവിടെ ചെന്നിട്ട് മൂന്നാമത്തെ തവണ റീഫിൽ ചെയ്യാൻ വന്നപ്പോ അമ്മ ഒരു നോട്ടം നോക്കി. ചൊപ്പൂ എന്താ വീടിന്റെ നടയിൽ വണ്ടി കൊണ്ടെന്ന് വെച്ചേക്കണേ? അത് നിന്റെ എല്ലാ കൊച്ചല്ലയോ ആയിരിക്കുന്നേ? ഏതോ ആ കൊച്ചിന്റെ വണ്ടിയാ. ഞാൻ പോണു. നീ എവിടെ പോണ്? വാടാ, ഞാൻ പോയി വല്ല പടവും കണ്ടിട്ട് വരാം. എടാ ധൈര്യമായിട്ട് നില്ലടാ. എന്തിനു നീ ഇങ്ങനെ പേടിക്കണ? എടാ നെഞ്ചു പിടിച്ച് നിക്കണ്ടേടാ കേശു. എന്തോ ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നമല്ലേ? വാടാ അങ്ങോട്ട് പോവാം. മാമ വാ വാ. മോളെപ്പോ വന്നു? കുറച്ചേരായി. നിങ്ങളെല്ലാരും എവിടെ പോയതാ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ശരി. കേശു, സിനിമയ്ക്ക് പോയ കാര്യം നീ മെർലിനെ വിളിച്ച് പറഞ്ഞില്ലേ? ഞാനങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും അത്ര അടുപ്പില്ലാത്തവരോട് ഷെയർ ചെയ്യാറില്ല. അടുപ്പില്ലാത്തവരോ? നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പാണല്ലോ. കേശു തന്ന ലെറ്റേഴ്സ് ഒക്കെ ഞാൻ വായിച്ചു. 2 ദിവസം എടുത്ത് വായിച്ചു തീർക്കാൻ. പിന്നെ കുറെ അക്ഷരത്തെറ്റും ഉണ്ടായിരുന്നു. കേശു എന്തോന്നും പറയാത്തേ? അമ്മായി, പടം സൂപ്പർ പടമായിരുന്നല്ലേ? ഓ സൂപ്പർ പടം. മമ്മൂക്കയുടെ ഒക്കെ പെർഫോമൻസ് ഉണ്ടല്ലോ, പീക്കർ. എനിക്കും ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. നീ തുടങ്ങ് കേശു, ഞാൻ ഫുൾ സപ്പോർട്ട് ഉണ്ട്. കിടക്കുമല്ലേ? കിടക്കും. നോക്കണം കേശു. അതിന്റെ ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങാൻ കുറച്ച് ബുദ്ധിയൊക്കെ വേണ്ടേ? നല്ല തമാശല്ലേ കേശു? കുഴപ്പമില്ല, ഒരു ആവറേജ്. എങ്ങനെയുണ്ട് കനയാൻഡി തമാശ? എനിക്കൊന്നുമേ പുരിയല്ല. ചില ആൾക്കാരെ പുരിയാതിരിക്കണയാണ് നമുക്ക് നല്ലത് ആൻറ്റിയേ. കേശുവിനെന്താ എന്നോട് പിണക്ക? അമ്മായി ഞാൻ പോയിട്ടെ ഇപ്പൊ നമ്മൾ കണ്ട മൂവിയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ട് വരാം. കേശു എന്താ എന്നോട് മിണ്ടില്ലേ? കേശു, നാളെ നമുക്ക് വേറൊരു പടത്തിന് പോയാലോ? ഒരു കിടില് ഹൊറർ പടം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയണത്. അതിനിപ്പോ എന്താ, പോയേക്കാലോ. ഇപ്പൊ നമുക്കത് മാത്രമേ ഉള്ളൂ ഏകളുടെ ഒരു ആശ്വാസം. കേശു ഇത് ശരിയല്ല കേട്ടോ. കേശു என்ன பிரச்சனை? ആന്റി ഇത് കണ്ടില്ലേ? ഇത് എന്നോട് മിണ്ടുന്നില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ஏன் மிண்டாம இருக்க? ആന്റിക്ക് ഹൊറർ മൂവീസ് ഇഷ്ടമാണ്? அது இல்ல நான் கேட்டதுக்கு முதல்ல பதில் சொல்லு. ഞാൻ കേട്ടതൊക്കെ ആന്റി ബദൽ സൊന്നില്ലല്ലോ, പിന്നെ ഞാൻ തന്നെ പറയണേ. കേശു ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കൂടുന്നുണ്ട്, കുറച്ചല്ല കുറച്ചധികം കൂടുന്നുണ്ടോന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. 2 ദിവസം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കൈ ഒടിഞ്ഞാണ് ഞാൻ അത്ര സാധനം എഴുതിക്കൊണ്ട് വന്നത്. അപ്പോ എനിക്ക് ഒരു റിപ്ലൈ തരാൻ തന്നെ കൊണ്ടാവൂല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് വായിച്ചു തീർക്കാൻ കുറച്ച് സമയം എടുത്തു. എഴുതി തീർക്കാൻ എനിക്ക് അത്ര സമയം എടുത്തില്ലല്ലോ. വായിച്ചു തീർക്കാൻ എനിക്ക് സമയം എടുത്തു, കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യക്കുറവ്. വേണ്ട, എനിക്കും താല്പര്യമില്ല. ഇനി താൻ എന്നോട് സംസാരിക്കാനും വരണ്ട കേട്ടാ. ഫോൺ വിളിക്കോ, ഒരു പരിപാടിയും വേണ്ട, എല്ലാം നിർത്തിക്കോ. എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാ. തനിക്ക് മാത്രമല്ലല്ലോ താല്പര്യക്കുറവ്, നമുക്കും വരുമല്ലോ. മെർലിൻ, കേശു പറഞ്ഞ കേട്ടല്ലോ. ഇനി കേശുവിനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അവന് കാലും വയ്യാതെ അത്രയും വേദന സഹിച്ചാണ് അവ അത് എഴുതിയത്. അവന് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവൻ്റെ എല്ലാ കാര്യവും വിളിച്ചന്വേഷിക്കാൻ. അതൊന്നും കുഴപ്പമില്ല അമ്മായി, എനിക്ക് ഇപ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ മതി. ഞാൻ അവരുമായിട്ട് വളരെ സന്തുഷ്ടനാണ്. കേശു ഇനി കേശുവിൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എനിക്കിനി പുറത്തുനിന്നൊരു ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല. கௌரி, பாவம் கௌரி, கொஞ்சம் சொல்லு கேசுட்ட. അവൻ പറഞ്ഞല്ലോ, അവൻ്റെ നയം വ്യക്തമാക്കി. ഇനി എനിക്കൊന്നും പറയാൻ വയ്യ.
അവള് പോയാ? കൊടുകെ ഇത്രയെങ്കിലും പറയാനുള്ള ചങ്കൂരം നീ കാണിച്ചല്ല. അമ്മായി ഇത്രയും സങ്കടപ്പെടുത്തണ്ടായിരുന്നല്ലേ? ജസ്റ്റ് ഒന്ന് മയത്തി സംസാരിക്കായിരുന്നു. കറക്റ്റഡാ. അമ്മായി ഞാൻ ഒന്നുകൊണ്ട് സംസാരിച്ചിട്ട് വരാം. അപ്പൊ നിന്റെ പ്രതിജ്ഞയാ? അതിപ്പോ അത് മറ്റേത് ഏത് ഏത് മറ്റത്? അല്ല അതങ്ങനെ ഏതങ്ങനെ? ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.